തലസ്ഥാനത്തെ ചടുലമായ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കിടയിൽ ഇപ്പോൾ വോട്ടർമാരുടെ കണ്ണ് തള്ളിക്കുന്നത് ഒരു കൂറ്റൻ കപ്പലാണ്. കടലിലൂടെയല്ല, തിരുവനന്തപുരം സെൻട്രലിലെ തിരക്കേറിയ റോഡുകളിലൂടെയാണ് ഈ കപ്പലിന്റെ യാത്ര. UDF സ്ഥാനാർത്ഥി CP ജോണാണ് തന്റെ ഔദ്യോഗിക ചിഹ്നമായ കപ്പൽ തന്നെ പ്രചാരണ വാഹനമാക്കി മാറ്റിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കാണാം. മറ്റുള്ള സ്ഥാനാർത്ഥികൾ തുറന്ന ജീപ്പിലും പദയാത്രകളിലുമായി വോട്ട് തേടുമ്പോൾ CP ജോൺ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. ഇത്തവണ മണ്ഡലം ഘടകകക്ഷിയായ CMPക്ക് വിട്ടു നൽകിയപ്പോൾ പുതിയ ചിഹ്നമായ കപ്പൽ വോട്ടർമാരുടെ മനസ്സിൽ ഉറപ്പിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. ഈ കടമ്പ കടക്കാൻ UDF കണ്ടെത്തിയ വഴിയാണ് റോഡിലൂടെ പായുന്ന കപ്പൽ. ഇന്ന് വിഴിഞ്ഞത്തിന്റെ ചൂളംവിളി തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ ചൂളംവിളിയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് കപ്പൽ ക്ലിക്ക് ചെയ്തു. ചിഹ്നത്തിൽ പോകുന്നത് നമ്മുടെ പ്രവർത്തകരുടെ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, എനിക്കൊരു സർപ്രൈസാണ്. ഞാൻ ഇന്നാണ് ഈ കപ്പൽ കണ്ടത്. എന്തായാലും നമ്മുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഡിസൈൻ ചെയ്തതാണ്. പക്ഷെ നന്നായി തോന്നുന്നു എനിക്ക്. പക്ഷേ ഇടവഴിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ജീപ്പിലേക്ക് കയറും. തലസ്ഥാനത്തിന്റെ തിരക്കേറിയ നഗരവീഥികളിലൂടെ കപ്പലുമായി CP ജോൺ എത്തുമ്പോൾ കപ്പലിനൊപ്പം സെൽഫിക്കും ഫോട്ടോയ്ക്കുമായി കുട്ടികളുടെയും മുതിർന്നവരുടെയും തിക്കും തിരക്കുമാണ്. വെറുമൊരു കൗതുകത്തിനപ്പുറം മണ്ഡലത്തിലെ നിർണായക ശക്തിയായ തീരദേശ വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനും ഈ കപ്പൽ യാത്രയിലൂടെ സാധിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്ത് പ്രചരണച്ചൂട് ഹൈ വോൾട്ടേജിലാണ്. എതിരാളികളുടെ തന്ത്രങ്ങൾ മറികടന്ന് വോട്ടർമാരുടെ മനസ്സിൽ നങ്കൂരമിടാൻ CP ജോണിന്റെ ഈ കപ്പലിന് കഴിയുമോ? കാത്തിരിക്കാം. ക്യാമറമാൻ ചന്തു പ്രഭത്തിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.